നമസ്കാരം. ഇന്ന് നമ്മുടെ 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 6 ആണ്. ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. പഠിച്ചല്ലോ അല്ലേ? അപ്പൊ നമുക്ക് പരീക്ഷ എഴുതി നോക്കാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തായാലും അന്ന് ദിവസം രാത്രി പരീക്ഷ എഴുതി പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ നിലവാരം എത്രത്തോളം എത്തി, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ എക്സാം എഴുതി നോക്കണം. എല്ലാ ദിവസവും ഉള്ള എക്സാംസ് എഴുതി നോക്കണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പരീക്ഷയിലേക്ക് പോവാം. മെയിൻസ് ഡേ 6 എക്സാം. ആദ്യത്തെ ചോദ്യം, 2022 IPL കിരീട ജേതാക്കൾ ആരാണ്? എ രാജസ്ഥാൻ റോയൽസ്, ബി ഗുജറാത്ത് ടൈറ്റൻസ്, സി ചെന്നൈ സൂപ്പർ കിങ്സ്, ഡി മുംബൈ ഇന്ത്യൻസ്. ഉത്തരം എഴുതാം. 2. താഴെ പറയുന്നവയിൽ എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യ ഗോത്ര പൈതൃക ഗ്രാമം ഊര് നിലവിൽ വന്നത്? എ വയനാട്, ബി ഇടുക്കി, സി കണ്ണൂർ, ഡി പാലക്കാട്. 3. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് എന്ന്? ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. കേന്ദ്ര സർക്കാരാണേ. 4. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഹൈക്കോടതിയായി മാറുന്നത് ഏത് ഹൈക്കോടതിയാണ്? ഡൽഹി, ഗുജറാത്ത്, കേരള, രാജസ്ഥാൻ. അടുത്ത ചോദ്യം, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് PN പണിക്കരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ആലപ്പുഴ, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം. 6. ഞാൻ ഇന്ന് വൈകുന്നേരം നമ്മുടെ SCRT മലയാളത്തിലെ എഴുത്തുകാരെ പറ്റി 3 എഴുത്തുകാരെ പറ്റി പഠിക്കാൻ വേണ്ടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ബാലാമണി അമ്മയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. മാതൃത്വം തുളുമ്പുന്ന കാവ്യശൈലി കൊണ്ട് മലയാളത്തെ സമ്പന്നമാക്കിയ കവയിത്രി. തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്ത് ജനനം. മഴുവിന്റെ കഥ കവിതാ സമാഹാരമാണ്. കണ്ണൂർ ജില്ലയിലെ പാനൂരാണ് സ്വദേശം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 7. ചുവടെ പറയുന്നവയിൽ ആനന്ദിന്റെ കൃതി അല്ലാത്തത് കണ്ടെത്തുക. ഇതും അതിൽ തന്നെ പഠിക്കാനുണ്ടായിരുന്നതാണ്. ചുവടെ പറയുന്നവയിൽ ആനന്ദിന്റെ കൃതി അല്ലാത്തത് കണ്ടെത്തുക. എ ഗോവർദ്ധന്റെ യാത്രകൾ, ബി ആൾക്കൂട്ടം, സി മരണ സർട്ടിഫിക്കറ്റ്, ഡി സോപാനം. 8. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. എ വേണി, ബി പാണി, സി കുന്തളം, ഡി ചിഗുരം. 9. താഴെ പറയുന്നവയിൽ ജലസംഭരണ രീതിയിൽ ഉൾപ്പെട്ടത് ഏതെല്ലാമാണ്? മഴക്കുഴി, തട്ടുകളായുള്ള കൃഷിരീതി, കിണർ റീചാർജിംഗ്, ഇവയെല്ലാം. 10. മൂഷക വംശകാവ്യം രചിച്ചത് ആര്? അതുലൻ, സ്ഥാണുരവി, ശ്രീകണ്ഠൻ, ഭാസ്കര രവി. 11. പെരുമാൾ രാജാവായ സ്ഥാണുരവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമിദാനം കൊടുക്കുന്നതിന്റെ വിവരണങ്ങൾ അടങ്ങിയിരിക്കുന്ന ശാസനം ഏത്? തരിസാപ്പള്ളി, പാലിയം, ജൂതശാസനം, മുച്ചുന്തിപ്പള്ളി ശാസനം. 12. താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ശങ്കരനാരായണൻ ശങ്കരനാരായണീയം, പുത്തൻപാന അർണോസ് പാതിരി, മുഹീദ്ദീൻ മാല ഷെയ്ഖ് സൈനുദ്ദീൻ, വർത്തമാന പുസ്തകം പാറേമാക്കൽ തോമാ കത്തനാർ. 13. പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളും ചർച്ച ചെയ്യുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഈ കൃതിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 4 പ്രസ്താവനയുണ്ട്. അറബി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്നു. രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. 15ാം നൂറ്റാണ്ടിലാണ് ഈ കൃതി രചിക്കപ്പെട്ടത്. ശരിയായത് ഏതാന്ന് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തി എഴുതുക. 14. അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവ മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? കച്ചവട സംഘങ്ങൾ, ശിക്ഷാരീതികൾ,
ജാതി വ്യവസ്ഥകൾ, നികുതികൾ. 15 താഴെ തന്നിരിക്കുന്നതിൽ അനുഷ്ഠാന കലകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. തെയ്യം, തിറ, കളംപാട്ട്, കൂത്ത്. ഇത്രയായിരുന്നു 15 ചോദ്യം. ഇനി ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2022 IPL കിരീട ജേതാക്കൾ. ബി ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു. 2022 IPL കിരീട ജേതാക്കൾ ഗുജറാത്ത് ടൈറ്റൻസ്. റണ്ണറപ്പ് രാജസ്ഥാൻ റോയൽസ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യ ഗോത്ര പൈതൃക ഗ്രാമം N ഊര് നിലവിൽ വന്നത്? വയനാട് ജില്ലയിലെ പൂക്കോടാണ്. വയനാട്. എ. 3 ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് എന്ന്? എ 2022 ജൂലൈ 1. 4 ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഹൈക്കോടതിയായി മാറുന്നത് ഏത് ഹൈക്കോടതിയാണ്? സി കേരള ഹൈക്കോടതി. 5 മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് PN പണിക്കരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഡി തിരുവനന്തപുരത്താണ്. 6 ബാലാമണി അമ്മയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഡി ആണ്. ബാലാമണി അമ്മ ജനിച്ചത് തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്താണ്. അപ്പോൾ ഡി ആണ് തെറ്റിപ്പോയത്. 7 ചുവടെ പറയുന്നവയിൽ ആനന്ദിന്റെ കൃതി അല്ലാത്തത് കണ്ടെത്തുക. സോപാനം. സോപാനം ആരുടേതാണ്? ബാലാമണി അമ്മയുടേതാണ്. ബാക്കി 3 എണ്ണവും ആനന്ദിന്റേതാണ്. 8 ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. പാണിയാണ് ഒറ്റയാൻ. പാണി എന്നാൽ കൈ എന്നർത്ഥം. വേണി, കുന്തളം, ചിഗുരം തലമുടിയുടെ പര്യായ പദങ്ങളാണ്. 9 താഴെ പറയുന്നവയിൽ ജലസംരക്ഷണ രീതിയിൽ ഉൾപ്പെട്ടത് ഏതെല്ലാമാണ്? ഇവയെല്ലാം മഴക്കുഴി, തട്ടുകളായുള്ള കൃഷിരീതി, കിണർ റീചാർജിങ്. ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് കിണർ റീചാർജിങ് ഒക്കെ. ഇവയെല്ലാമാണ് ഉത്തരം. 10 മൂഷക വംശകാവ്യം രചിച്ചത് ആര്? മൂഷക വംശകാവ്യം രചിച്ചത് അതുലനാണ്. എ അതുലൻ. 11 പെരുമാൾ രാജാവായ സ്ഥാണുരവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമിദാനം കൊടുക്കുന്നതിന്റെ വിവരണങ്ങൾ അടങ്ങിയിരിക്കുന്ന ശാസനം? എ തരിസാപ്പള്ളി ശാസനമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം സി ആണ്. മുഹൈദ്ദീൻ മാല ഷെയ്ഖ് സൈനുദ്ദീൻ അല്ല, ഖാസി മുഹമ്മദ് ആണ്. അതാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, തുഹഫത്തുൽ മുജാഹിദീനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്? 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 3. 4-മത്തത് 15-ാം നൂറ്റാണ്ടിലാണ് ഈ കൃതി രചിക്കപ്പെട്ടത്. അത് തെറ്റാണ്. 16-ാം നൂറ്റാണ്ടിലാണ് തുഹഫത്തുൽ മുജാഹിദീൻ രചിക്കപ്പെട്ടത്. 14 അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവ മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? എ കച്ചവട സംഘങ്ങളാണ്. 15 താഴെ തന്നിരിക്കുന്നതിൽ അനുഷ്ഠാന കലകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഡി ആണ് കൂത്ത്. കൂത്ത് എന്നത് ഒരു ക്ഷേത്രകലയാണ്. കൂത്ത് എന്തുവാ? ക്ഷേത്രകല. അപ്പൊ 15 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക. എല്ലാരും പഠിച്ചു കഴിഞ്ഞായിരുന്നോ? അപ്പൊ ഇന്ന് കൂടുതലും SCRT ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സിലബസിൽ SCRT മാത്രമല്ല, റാങ്ക് ഫയലും എല്ലാം വരുന്നുണ്ട്. അപ്പൊ റാങ്ക് ഫയലിലെ പോർഷൻസ് ഒക്കെ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ 10th മെയിൻസിന്റെ 100 days ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിരിക്കണം. അതിലൂടെ നിങ്ങൾക്ക് ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ. കാരണം ഈ ടൈം ടേബിളും അതുപോലെ അതിലെ നോട്ട്സും വെച്ച് നമുക്ക് ഒത്തുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്തേക്കാം. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ കാണാം. നാളെ ഡേ 7 ആണ്. റെഡി ആയിട്ടിരിക്കുക. പോർഷൻസ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. രാവിലെ സെൽഫ് സ്റ്റഡി ആണ്. ടെലഗ്രാമിൽ കയറുക, ചെക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. Thank you.